നമസ്കാരം. ഞാൻ ഈ വീട്ടിൽ കയറി വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ഇലക്ഷൻ കാര്യങ്ങൾ നടക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ ഈ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് കെ എസ് ആർ ടി സിയിൽ, അതായത് ഇവർ വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിൽ ഇവർ എന്താ പറയുക, എല്ലാവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും, അതായത് കർണാടകയിൽ ഓൾറെഡി റണ്ണിങ് ആണ്. കർണാടക സെയിം കോപ്പിയാണ് ഇവർ ചെയ്യുന്നത് കേരളത്തിൽ. അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ തലശ്ശേരിയാണ്, അതായത് കണ്ണൂർ ഡിസ്ട്രിക്ട് തലശ്ശേരിയാണ് വീട്. പക്ഷെ അവിടെ ഞാൻ ഇതുവരെ കെ എസ് ആർ ടി സി ബസ് 1 മണിക്കൂറിനോ അല്ലെങ്കിൽ 2 മണിക്കൂറിനോ പോകുന്നേ കണ്ടിട്ടുള്ളൂ. എല്ലാം പ്രൈവറ്റ് ബസ്സസാണ് അവിടെ ഓടുന്നത്. ഈ കാലിക്കറ്റിലും ഞാൻ അതേപോലെ കണ്ടിട്ടില്ല. ഇനിയിപ്പം ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിലും എനിക്കറിയില്ല, എനിക്കറിയില്ല. തലശ്ശേരിയിലെ കാര്യം പറയാം. തലശ്ശേരിയിലും കണ്ണൂരിലും ഇതിൽ വല്ലപ്പോഴും ഒരു മണിക്കൂർ ഓടുമ്പോൾ 2 മണിക്കൂർ ഓടുമ്പോൾ ഏതോ ഒരു കെ എസ് ആർ ടി സി കാണുന്നുണ്ട്. എല്ലാം പ്രൈവറ്റ് ബസ്സസ് ഓടുന്നു. പിന്നെ നിങ്ങളെങ്ങനെയാണ് ഇത് കണ്ണൂരിലോ ഇവിടെയല്ലോ ഇവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക? ഒന്ന് പറഞ്ഞു തരുമോ? ഇത് കുറേ നേതാക്കന്മാരുണ്ടല്ലോ, ഇവരെല്ലാം ഈ എന്താ പറയുക, ഇത് കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റിൽ ഇങ്ങനെ എല്ലാം ഫ്രീ കൊടുക്കുമ്പോൾ തലശ്ശേരിയും അതിൽ പെടുന്നൊരു ഇതാണല്ലോ. കണ്ണൂരെല്ലാം ഇവിടുന്ന് ഒരു ഡിസ്ട്രിക്റ്റാണല്ലോ. അപ്പോൾ അത് ഒന്ന് പറഞ്ഞു തരണേ. അതായത് ഇവർ സ്ത്രീകളും എല്ലാം ഇവർ എന്താ പറയുക, ബസ്സിങ്ങനെ കാത്തുക്കേണ്ടി വരുമോ മണിക്കൂറുകളിൽ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പറയുന്നുണ്ട് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് ഓടുന്നതെന്ന് പറയുന്നുണ്ട്. അതും വേറെ കേൾക്കുന്നുണ്ട്. ഗണേഷ് കുമാർ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ പുള്ളിക്ക് ആപ്പ് വെക്കാൻ പറ്റുന്ന പരിപാടിയാണോ എന്നൊന്നറിയില്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ തലശ്ശേരിയിൽ ഒരു മിനിറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ് വെച്ചിട്ടോ 10 മിനിറ്റ് വെച്ചിട്ടോ എത്ര കെ എസ് ആർ ടി സി ബസ് ഓടുന്നുണ്ടെന്ന് ഒന്ന് ഈ കോൺഗ്രസ്സിലുള്ള ആരെങ്കിലും ഒരു ഇങ്ങനെ മറ്റേ വാഗ്ദാനം വെക്കുന്നതിനെക്കാട്ടും എനിക്ക് പറ, എത്ര ബസ് തലശ്ശേരി, അതായത് തലശ്ശേരിയിൽ നിന്ന് മേലൂർ, അണ്ടലൂർ, അതേപോലെ മുഴപ്പിലങ്ങാട്, കണ്ണൂർ, നല്ലമോട് പോകുന്ന ബസ് ഇതുണ്ട്, സ്ഥലങ്ങളുണ്ട്. കണ്ണൂരിൽ പോകുന്നത് ഏറ്റവും കൂടുതൽ പോകുന്ന പ്രൈവറ്റ് ബസ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ കെ എസ് ആർ ടി സി ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുന്നത്. നിങ്ങൾ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ അവിടുന്ന് കുറേ ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് എനിക്ക് പറഞ്ഞുകൊണ്ടാ. ഞാൻ പക്ഷേ ഇടയ്ക്ക് ഒന്ന് ചോദിക്കാൻ കാരണം വെച്ചാൽ ഞാൻ തലശ്ശേരിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഏറ്റവും കെ എസ് ആർ ടി ബസ് ഞാൻ എൻ്റെ അവിടെ കണ്ടിട്ടില്ല. 1 മണിക്കൂർ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് കോൺഗ്രസ്സുകാർ ഏതെങ്കിലും നല്ല ഈ അറിവുള്ളവർ ഏതെങ്കിലും ഇതിന് ആൻസർ ഒന്ന് പറഞ്ഞാൽ അറിവുള്ളവനാണ്. അല്ലാണ്ട് ഇതിനകത്ത് താഴെ വന്നിട്ട് കുറേ മറ്റേ കമ്മികളിലല്ല, നിങ്ങൾ വെറുതെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇതാക്കാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ പറയാം, നിങ്ങൾക്കൊന്നും മറ്റേ എന്താ പറയുക, ഡയലോഗ് അടിക്കുമ്പോൾ ഒന്ന് നോക്കണം. ആ പപ്പുവിനെ വെച്ചിട്ട് കളിക്കുന്ന സമയത്ത് ആദ്യം ഈ ഇതെല്ലാം അളക്കുമ്പോൾ ആദ്യം നോക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്ന് ഇതിൻ്റെ ആൻസർ ഉണ്ടാ. തലശ്ശേരിയിൽ നിന്ന് എത്ര കെ എസ് ആർ ടി സി ബസ്, അതായത് തലശ്ശേരി ടൗണിൽ നിന്ന് പോകുന്നുണ്ടെന്നുള്ള പറയാം കേട്ടോ.